ഇപ്പോൾ ജോഷില കൂടി ചേരുന്നു കോഴിക്കോട് നിന്ന്. ജോഷില, ഇന്ന് രാഹുൽ ഗാന്ധിയൊക്കെ വയനാട്ടിലേക്ക് വരുന്നു. അവിടെ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നുണ്ട്, അദ്ദേഹം വിടപറയൽ നടത്തുന്നുണ്ട്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും വരുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. മുരളീധരൻ ഇവരെ കാണാനായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? മലപ്പുറത്തും പരിപാടി ഉണ്ടെന്ന് ആണ് പറയുന്നത്. ഷമി, ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും രാഹുൽ ഗാന്ധി ഇവിടെയുണ്ട്, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും സ്ഥലത്തുണ്ട്. എന്നാൽ പോലും അദ്ദേഹം സോണിയാഗാന്ധിയെ കാണുക എന്നുള്ളത് തന്നെയായിരിക്കും ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളോട് ഗേറ്റിന് പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ താൻ ഹൈക്കമാൻഡിനെ കണ്ടതിനു ശേഷം മാത്രമേ മാധ്യമങ്ങളെ കാണുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഇന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡിനെ കാണും, തന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ തന്നെ അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമർഷത്തോടു കൂടിയാണ് തൃശ്ശൂരിൽ നിന്നും തിരിച്ചു വന്നത്. അതിനുശേഷം KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ പോയെങ്കിലും ഇതിനൊന്നും തന്നെ ഒരു രമ്യതയുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഹൈക്കമാൻഡിനെ നേരിൽ കാണാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. എല്ലാ പ്രശ്നങ്ങളും അവതരിപ്പിക്കും. തൃശ്ശൂർ DCC കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല, അതുപോലെ തന്നെ KPCC പോലും തനിക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള പരാതി മുരളീധരൻ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ആ പരാതി അദ്ദേഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ DCCയുടെ ചുമതല വഹിക്കാൻ പോകുന്ന VK ശ്രീകണ്ഠൻ ഇന്നലെ അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ പാലക്കാട് ഇദ്ദേഹം മത്സരിച്ചേക്കാം, മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മുരളീധരൻ ഇതൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന് പല ലക്ഷ്യങ്ങൾ വേറെയുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം KPCC പ്രസിഡന്റ് സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, അത്തരത്തിലുള്ള എല്ലാ സ്ഥാനങ്ങളും നിലവിൽ മോഹമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് ഈ ഒരു സന്ദർഭം കൃത്യമായി മുതലെടുക്കാൻ അദ്ദേഹം മുന്നോട്ട് വരികയാണ് എന്ന് വേണം പറയാൻ. അതിന്റെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ഹൈക്കമാൻഡിനെ കാണാൻ പോകുന്നതും. മാത്രമല്ല KPCC പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് എല്ലാ മുന്നണികളുടെയും എല്ലാ ഗ്രൂപ്പുകളുടെയും അകമഴിഞ്ഞ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഗ്രൂപ്പിന്റെ മാത്രം ആളായിട്ടല്ല മുരളീധരൻ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഗ്രൂപ്പിന്റെയും ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാവണം. അതുപോലെ തന്നെ ലീഗ് ഇതിൽ വലിയ ഒരു താല്പര്യം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലീഗിന്റെ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ KPCC പ്രസിഡന്റിന്റെ ഒരു പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ ഹൈക്കമാൻഡിനൊപ്പം ചേർന്ന് പറയാൻ അദ്ദേഹം തയ്യാറായി കാണും. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിൽ ഒരു പ്രത്യാശ വെച്ചുകൊണ്ടാണ് ഇന്ന് ഏകദേശം രാത്രി 8:30 ഇവിടെ നിന്നും കോഴിക്കോട് നിന്നും അദ്ദേഹം ഹൈക്കമാൻഡിനെ കാണാനായി ഡൽഹിക്ക് പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഏതെങ്കിലും സീറ്റ് നൽകി മുരളീധരനെ തൃപ്തിപ്പെടുത്താം എന്ന് കരുതണ്ട. അദ്ദേഹത്തിന്റെ ലക്ഷ്യം KPCC അധ്യക്ഷ സ്ഥാനമാണ് എന്നുള്ളതാണ് ജോഷില പറയുന്നത്.